കുട്ടികളെ, 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്മാരകം എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത പ്രകൃതിയിലെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നിക്കുന്ന അപ്പൂപ്പൻ താടിയുടെ യാത്രയിലൂടെ ജീവന്റെ മഹത്തായ അതിജീവന തത്വം അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു കൃതിയാണ്. പക്ഷികളെ പോലെ പറക്കാൻ സ്വതന്ത്രമായി ചിറകുകളോ പോകാൻ നിശ്ചിത ലക്ഷ്യങ്ങളോ വിശാലമായ ആകാശമോ അപ്പൂപ്പൻ താടിക്കില്ലെങ്കിലും ഒരമ്മ തന്റെ കുഞ്ഞിനെ എന്ന പോലെ ഒരു വിത്തിനെ മടിയിൽ വെച്ചുകൊണ്ട് അത് മുകളിലേക്ക് പറന്നുയരുന്നു. ഭാവിയിൽ അതൊരു വലിയ മരമായി വളരുമെന്നോ അതിന്റെ തണലിൽ ആരെങ്കിലും വിശ്രമിക്കുമെന്നോ ഉള്ള വലിയ അറിവുകളോ ചിന്തകളോ ഇല്ലാത്തതുകൊണ്ട് ആ അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത്. ഒടുവിൽ ധീരമെങ്കിലും എളിയ അതിന്റെ യാത്ര എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ആരും അറിയാതെ നാളെ ഒരു വലിയ മരം ഉയർന്നു വരുന്നു. മനുഷ്യർ നിർമ്മിക്കുന്ന കല്ലും മണ്ണും നിറഞ്ഞ സ്മാരകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയുടെ സ്മാരകം ജീവനുള്ള മരമായി എന്ന വലിയൊരു ദർശനമാണ് കവി ഇവിടെ ലളിതമായ വരികളിലൂടെയും മികച്ച മാതൃബിംബങ്ങളിലൂടെയും വായനക്കാരിലേക്ക് പകരുന്നത്. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ലളിതമായ പഠന വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.